Good morning. Good morning. എവിടെ വരെയായി റിവിഷൻ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? എന്തായി പഠിപ്പൊക്കെ? Good morning. ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? എക്സാം ടൈം ടേബിൾ ഒക്കെ കിട്ടിയില്ലേ? ആ, ടൈം ടേബിൾ കിട്ടി. പഠിപ്പ് എന്തായി? അതാണ് എനിക്ക് അറിയേണ്ടത്. ആ, കിട്ടി. പഠിച്ചു തുടങ്ങിയാ? ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്താ? തുടങ്ങി. ഓക്കെ. ടൈമില്ല കേട്ടോ. കിട്ടുന്ന ടൈമൊക്കെ പഠിച്ച് റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അവരൊക്കെ വരുമ്പോ അവര് നോക്കണം, അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം അല്ലെ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളിലൊക്കെ പോകുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടൈമൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോ ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 3, 4 മൊഡ്യൂൾ ജസ്റ്റ് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ആൻസർ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം, ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. മിസ്സിന് തൊണ്ടയിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചുമയും കാര്യങ്ങളൊക്കെയാണ്, പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സൗണ്ട് കുറച്ചേ പറയുള്ളൂ. ഓക്കെ. ക്ലിയർ ആവുന്നില്ലെങ്കിൽ മിസ്സിനോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോ നമ്മള് 3rd മൊഡ്യൂളിൽ എടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? ഡിസ്ചാർജ് പ്രോസസ്. മിസ്സിന്റെ ചാപ്റ്റർ ആണ് അല്ലെ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. റെഡി ആണോ? അല്ലെങ്കിൽ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിക്കാൻ തരണോ നിങ്ങൾക്ക്? 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയോ? 5 മിനിറ്റ് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചോ. എന്നിട്ട് നമുക്ക് റെഡി ആണോ? ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് റിവൈസ് ചെയ്തോ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സർ ചോദിക്കാം. ക്യാമറ ഓഫ് ചെയ്യണേന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മിസ് ചോദിക്കൂ കേട്ടോ. റമീസ് ഇപ്പൊ ജോയിൻ ചെയ്തോളോ? റംസീന, സോറി റംസീന കേട്ടോ, പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. ഞാൻ 3rd ഉം 4th മൊഡ്യൂളാണ് നമുക്ക് എക്സാം അല്ലെ. അതിന്റെ റിവിഷൻ ആണ് ഇപ്പോ ചെയ്യാൻ പോകുന്നത്. 3rd മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഡിസ്ചാർജ് പ്രോസസ്. അത് ഒരു 5 മിനിറ്റ് വായിച്ചിട്ട് മിസ് ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ. അപ്പൊ 5 മിനിറ്റ് വായിക്കാനായിട്ട് സമയം തന്നതാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? എന്താണ് അർജുൻ?
സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. What is the formal release of a patient from a hospital after a course of treatment called? What is the formal release of the patient from a hospital after a course of treatment called? Option. Okay, very good, Arjun. Discharge ആണ് ആൻസർ വരുന്നത് അല്ലേ? Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a reason for a hospital discharge mentioned in the introduction? Which of the following is not a reason for a hospital discharge mentioned in the introduction? Options idana: completion of treatment, signing out against medical advice, a patient feeling better, transferring to another healthcare institutions. ഏതാ വരാ? ഓപ്ഷൻ എ ആണോ ബി ആണോ? ഏതാ വരാ? ബി ആണ്. ഓക്കെ, ഇനി വേറെ രണ്ട് ഓപ്ഷൻ കൂടി പറയാനുള്ളൂ അല്ലേ? ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങള്? ഓക്കെ, അർജുൻ പറയുന്നു സി ആണ്. ആരൊക്കെയാ സി എന്ന് പറയുന്നത്? പ്രീത. ഓക്കെ, രണ്ടുപേരും മാത്രം ക്വസ്റ്റ്യൻ കേട്ടുള്ള മര്യാദക്ക്. ആൻസർ സി ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്? വിച്ച് ഓഫ് ദി ഫോളോയിങ് is not a reason for a hospital discharge mentioned in the introduction? ഏതൊക്കെയാണ് റീസൺസ്? completion of treatment, signing out against medical advice, a patient feeling better. ആ റീസൺ ഉണ്ടാ? ഇനി എന്താ? transferring to another healthcare institutions. ഏത് ആൻസർ വരാ? ഏത് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം. What type of discharge is planned and occurs on the advice of doctors? What type of discharge is planned and occurs on the advice of doctors? Very good. എന്താണ് ആൻസർ? റുട്ടീൻ ഡിസ്ചാർജ് ആണ്. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് AMA ഡിസ്ചാർജ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, റുട്ടീൻ ഉണ്ട്, ഹോസ്പൈസ് ഡിസ്ചാർജ് ഉണ്ട്. അതിനകത്ത് ആൻസർ പറയുന്നത് റുട്ടീൻ ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What does AMA stands for in the context of the hospital discharge? AMA ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇനി നെക്സ്റ്റ് നോക്കാം. An AMA discharge. Okay, an AMA discharge occurs when a patient deceased to live dash, and AMA discharge occurs when a patient deceased to live dash. ഓപ്ഷൻ വായിക്കാം. Okay. After their treatment is completed with the doctor's permission, before their treatment is completed against the provider's advice, to go to another hospital recommended by the doctor. Okay, എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
What is the primary purpose of transferring a patient to another healthcare facility? What is the primary purpose of transferring a patient to another healthcare facility? Option: to reduce the current facility's workload because the patients request a different room, to get specialized medical care not available at the current facility, to be closer to their family. Option C. Next നോക്കാം. What form is used to refer patient to a specialist when transferring to another hospital? What form is used to refer patient to a specialist when transferring to another hospital? Option: an AMA form, a discharge summary, a physician's referral form, a patient satisfaction survey. Okay, option C ആണല്ലേ, പേഷ്യൻസ് റെഫറൽ ഫോം വേണം അല്ലെ, അനന്തർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. A discharge to a hospice or palliative care program is for patients with a discharge to a hospice or palliative care program is for patients with the option A, monitored illnesses, temporary injuries, serious or terminal illnesses, conditional requiring routine follow-up. Option C ആണ്, serious or terminal illnesses ആണ് ആൻസർ വരുന്നത് കേട്ടോ. Next, which administrative action can help remove obstacles in the discharge process? Which administrative action can help remove obstacles in the discharge process? Option A, using only paper chart, an efficient billing system, planning for discharge only on the day of leaving, separating care coordination between departments. Okay, option B ആണ് efficient billing system ആണ്. Efficient billing system കേട്ടോ. Okay, ഇനി നെക്സ്റ്റ് നോക്കാം. Okay, who can make and authorize the hospital discharge order? Who can make and authorize the hospital discharge order? Option: any nurse on the ward, the patient's family, the primary consultant, the hospital administrator. C ആണ്, primary consultant ആണ് ആൻസർ. Next, who is responsible for documenting discharge instructions in the patient's medical record? Who is responsible for documenting discharge instructions in the patient's medical records? Option A, the billing department, the ward sister, the consultant or his designee, a patient. Ward sister ആണോ? ഓപ്ഷൻ സി ആണ്, കൺസൾട്ടന്റ് ഓർ ഡിസൈനി അല്ലേ, അദ്ദേഹം പറയുന്ന ആളല്ലേ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരാണ് നോക്കാം. നെക്സ്റ്റ് നോക്കാം.
What document must be prepared and provided to all patients at the time of discharge? What document must be prepared and provided to all patients at the time of discharge? A billing invoice, a welcome packet, a discharge summary, a visitor log. Discharge summary ആണ്. Who is responsible for completing the discharge checklist and explaining the summary of the patient or family? Who is responsible for completing the discharge checklist and explaining? Okay, nurse കേട്ടോ, സിസ്റ്റർ. ഓക്കെ, nurse ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇവിടെ ഓപ്ഷൻ നോക്കിയേ, ഡോക്ടർ ഉണ്ട്, nurse ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, ബിൽഡിംഗ് ക്ലർക്ക് ഉണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ആരാണ്? nurse ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. Okay, if a patient dies, what additional information must be included in the discharge summary? Person മരിച്ചുപോയി, patient മരിച്ചുപോയി. അപ്പോൾ what additional information must be included in the discharge summary? എന്താണ് ഇത്? Time of the last meal, cause of death, name of the funeral home, the patient's last visitors. ഏതേതാ? കോസ് ഓഫ് ഡെത്ത് ആണ് ഇത്. മരണ കാരണം നമ്മളല്ലാതെ എഴുതുന്നത്. Next question. Patient who leave the hospital against medical advice must be explained the consequences and sign which form? Patients who leave the hospital against medical advice must be explained the consequences and sign which form? A payment agreement, a LAMA form, a referral form, a privacy policy form. LAMA, very good. Okay. What is a key function of a discharge summary? What is a key function of a discharge summary? Option വായിക്കാം. To serve as the final bill, to act as the primary mode of communication between the hospital team and aftercare providers, to be marketing tool for the hospital, to schedule the next admission. Okay, option B ആണ് ആൻസർ വരുന്നത്. Next നോക്കാം. Which of these details in is not listed as Which of these details is not listed as a required component of a discharge summary? Options: reasons for admission, the cost of the procedure, investigation result, medications given. Which of these details is not listed as the required component of the discharge summary? Reasons for the admission, cost of the procedures, investigation result, medication given. എന്താ പറയാ? Reasons ആണോ വരുന്നത്? കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് ദി പ്രൊസീജിയർ ആണ് വരുന്നത്. റീസൺസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? ആ സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയേ. കറക്റ്റായിട്ട് ഓരോ മുക്കുമൂലയും നിങ്ങൾ വായിച്ച് പഠിക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. കറക്റ്റായിട്ട് വായിച്ചു നോക്കാം.
ഇനി നോക്കിയേ, അക്കോർഡിംഗ് ടു ദ ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് തന്നിട്ടില്ലേ, ഇത് കൃത്യമായിട്ട് പഠിക്കാം. What is the first step after the written order by the doctor? What is the first step after a written order by a doctor? Preparation and processing of bills, informing other department, returning of patient medications, check the mode of payment. Very good. B ആണ് ആൻസർ വരുന്നത്. ഇൻഫോം അതർ ഡിപ്പാർട്ട്മെന്റ്. ഓർഡർ സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം. What is checked after bills are prepared and processed in the flow chart? What is checked after bills are prepared and processed in the flow chart? If transportation is needed, the patient's satisfaction, the mode of payment, the patient's vital signs. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. What is checked after bills are prepared and processed in the flow chart? If transportation is needed, the patient's satisfaction, the mode of payment, the patient's vital signs. ഇതാണോ patient's vital signs ആണോ? ഓപ്ഷൻ സി ആണ്, മോഡ് ഓഫ് പേയ്മെന്റ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് കേട്ടോ. What is the final step in the discharge process flow chart? Okay, final step ആണ് ചോദിക്കുന്നത്. Providing the discharge summary, arranging the transportation, collecting the medications, documentations of discharge and removal of the patient from HIS. Okay, then documentation of the discharge and the removal of a patient from HIS. A discharge can occur on the completion of treatment or on dash. A discharge can occur on the completion of treatment or on dash. A patient's birthday, a public holiday, death, a start of new week. A discharge can occur on the completion of treatment or on dash. എന്താ പറയുന്നത്? ഓൺ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? പേഷ്യൻസ് ബർത്ത്ഡേ ആണോ, പബ്ലിക് ഹോളിഡേ ആണോ, ഡെത്ത് ആണല്ലേ? ഓക്കെ, ഡെത്ത് ആണ്. സി ആണ് ആൻസർ വരുന്നത്. In a routine discharge, the healthcare team provides the patient with the information about their condition, medication, and dash. In a routine discharge, the healthcare team provides the patient with the information about their condition, medications, and dash. എന്താണ് ഡാഷിന്റെ അവിടെ നമ്മൾ എഴുതാം? ഓപ്ഷൻ വായിക്കാം. ഹോസ്പിറ്റൽ കഫറ്റീരിയ ഹവേഴ്സ്, ഫോളോ അപ്പ് കെയർ, the doctor's personal contact number, available TV channels. Option B ആണ് ഫോളോ അപ്പ് കെയർ. ഓക്കെ, next. Better bed management is an administrative measure intended to dash. Better bed management is an administrative measure intended to dash.
ഓപ്ഷൻ വായിക്കാം. ഇൻക്രീസ് ദ പേഷ്യന്റ് കംഫർട്ട്, improve revenue and efficiency, decorate the hospital wards, reduce the number of beds. Okay. Option A ആണോ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഇംപ്രൂവ് റവന്യൂസ് ആൻഡ് എഫിഷ്യൻസി അല്ലെ. ബെറ്റർ ബെഡ് മാനേജ്മെന്റിന് എന്തൊക്കെ വേണം? റവന്യൂ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ എന്താണ്? എഫിഷ്യൻസി അല്ലെ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ബെറ്റർ ബെഡ് മാനേജ്മെന്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് മെഷർ intended to dash improve revenues and efficiency. Next നോക്കാം. What should the discharge summary include regarding medications? What should the discharge summary include regarding medication? A list of all possible medications for the condition, the medications given during the stay and instructions for post-discharge medication, the manufacturing company of each medication, the cost of each medication. Option B ആണ് ആൻസർ. Next question. What is the hospital administration's responsibility regarding discharge planning? What is the hospital administration's responsibility regarding discharge planning? Option 2, discourage it, to ensure every hospital has an organized plan, to outsource it to a third party, to charge an extra fee for it. Option B ആണ് ആൻസർ വരുന്നത്. ഇനി നോക്കി, അക്കോർഡിംഗ് ടു ഫ്ലോ ചാർട്ട്, നമ്മുടെ ഫ്ലോ ചാർട്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ഫ്ലോ ചാർട്ട്, വെരിഫിക്കേഷൻ വിത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് happens before. Verification with the insurance providers happens before. അതിന്റെ ഓപ്ഷൻ പറയാം. The doctors writes the discharge order. The patient is informed to pay the bill. The patient is given medications. Transportation is arranged. ഏത് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. വെരി ഗുഡ്. Okay, which type of discharge involves moving a patient for services unavailable at the current facility? Which type of discharge involves moving a patient for services unavailable at the current facility? Option AMA discharge, routine discharge, transfer to another hospital, healthcare facility, palliative care discharge. ഏതാ വരാം? ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ഇൻവോൾവ്സ് മൂവിംഗ് പേഷ്യന്റ് ഫോർ സർവീസസ് അൺഅവൈലബിൾ അറ്റ് ദി കറന്റ് ഫെസിലിറ്റി? നമ്മുടെ ഇവിടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്ക് വിടാറുണ്ട്? ട്രാൻസ്ഫർ അല്ലെ. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ.
Okay. The discharge policy ensures the most favorable use of cash. The discharge policy ensures the most favorable use of cash. Patient's time, doctor's preferences, resources, hospital space. Discharge policy ensures the most favorable use of cash. Most favorable use of dash. Patient's time, doctor's preference, resources, hospital space. ഏതാ വരാം? ഓപ്ഷൻ സി ആണ് കേട്ടോ, റിസോഴ്സസ് ആണ് വരുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A discharge summary is a clinical report prepared at the dash. Beginning of the hospital stay, middle of the hospital stay, conclusion of a hospital stay, patient's first follow-up appointment. ബിഗിനിങ്ങിലാണോ ഡിസ്ചാർജ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? എപ്പോഴാണ്? കൺക്ലൂഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ, നമ്മള് ഡിസ്ചാർജ് ആയി വരുമ്പോഴാണല്ലോ അത് പ്രിപ്പയർ ചെയ്യുന്നത്. After collecting discharge medications, the next step is to dash. After collecting discharge medications, the next step is to dash. Settle the bill, inform other departments, explain medications and provide the discharge summary, arrange transportation. Option C ആണ് വരുന്നത്. Okay. ഇനി നെക്സ്റ്റ് നോക്കാം. A patient living against medical advice must be informed about the dash. A patient living against medical advice must be informed about dash. Best alternative hospitals, risk and consequences, hospitals visiting hours, meal schedule. ഏതാ വരാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. What is the key element of routine discharge? What is the key element of routine discharge? Option വായിക്കാം. A patient disagrees with the doctor. It is the planned discharge. The patient is transferred to a specialist facility. The patient has the terminal illness. Okay, planned discharge. A discharge summary must include significant findings, diagnosis, and dash. A discharge summary must include significant findings, diagnosis, and dash. Option വായിക്കാം. The patient's dietary preference, the name of the all nurses who attend to the patient, the patient's condition at discharge, the brand of medical equipment use.
useful. Correct ആണ്. Patient's condition to discharge. Okay, okay. The discharge policy applies to which group of patients? The discharge policy applies to which group of patients? Outpatient, inpatients, emergency room patients only, visitors. ആർക്കാ കൊടുക്കാൻ നമ്മള് ഡിസ്ചാർജ്? ഔട്ട് പേഷ്യന്റിനാണോ, ഇൻപേഷ്യന്റിനാണോ, എമർജൻസി റൂം പേഷ്യൻസിനാണോ, വിസിറ്റേഴ്സിനാണോ? ഇൻപേഷ്യൻസ്. വെരി ഗുഡ്. ഇനി നോക്കിയേ, HIS stands for, നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ആ ഫ്ലോ ചാർട്ടിലെ ലാസ്റ്റ്. HIS നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നോക്കട്ടെ അർജുൻ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് സർവീസസ്, ഹെൽത്ത് ഇൻസ്പെക്ഷൻ സർവീസസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സമ്മറി. ഏതാ വരാ? രണ്ടുപേരിലും പറയുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും, പിന്നെ അത് രണ്ടുപേരിലും പറയുന്നുണ്ട് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഒന്ന് കുറിച്ച് വെക്കാം കേട്ടോ അവിടെ. അപ്പൊ ഓപ്ഷൻ എ ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് സർവീസസ്, ഹെൽത്ത് ഇൻസ്പെക്ഷൻ സർവീസസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സമ്മറി. അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയും, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇനി നോക്കിയേ, the purpose of the policy and procedure document is to provide dash. Procedure of the policy and procedure documents is to provide dash. The purpose of policy and procedure document is to provide dash. അതിന്റെ ഓപ്ഷൻസ് പറയാം. ബില്ലിംഗ് കോഡ്സ്, legal advice, guidelines for the discharge of inpatients, the list of hospital staff. ഏതാ വരാ? ഓപ്ഷൻ സി ആണ്, ഗൈഡ്ലൈൻസ് കേട്ടോ. ഓക്കെ, okay. What is the role of the primary consultant in the discharge process? What is the role of the primary consultant in the discharge process? Role ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. To process the bill, to give the order for a authorized discharge, to clean the patient's room, to drive the patient's home. ഓപ്ഷൻ ബി ആണ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അംഗീകരിക്കപ്പെട്ട ഡിസ്ചാർജിന് ഓർഡർ കൊടുക്കുന്നു. ഇനി നോക്കിയേ, palliative care is a specialized program that provides dash. Palliative care is a specialized program that provides dash. Aggressive curative treatment, end of life care, emergency surgical services, pre-admission counseling. Okay, end of life care ആണ് ആൻസർ വരുന്നത്.
ഇനി നോക്കിയേ, the process of moving patient from one hospital to another. അതിനെ പറയുന്ന പേരെന്താണ് കേട്ടോ? Process of moving patient from one hospital to another is called dash. ഓപ്ഷൻ പറയാം: ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, routine admission, medical audit. ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ഫർ ആണ് ആൻസർ വരുന്നത്. ഇനി നോക്കിയേ, the discharge summary acts as a communication tool between the hospital healthcare team and dash. Okay. The discharge summary acts as a communication tool between the hospital team and dash. ആരാണ് കേട്ടോ? ഓപ്ഷൻ വായിക്കാം: the patient's employer, the media, aftercare providers, the hospital's stakeholders. ഓപ്ഷൻ സി ആണ്, ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് അല്ലെ. Hospice care is the form of dash. Hospice care is a form of dash. Curative treatment, palliative care, diagnostic services, preventive medicines. Option B ആണ് palliative care. The discharge checklist. Completion is the responsibility of dash. The discharge checklist. Completion is the responsibility of the dash. Doctor, nurse, patient, billing officer. Nurse. Okay. Discharge is a formal release of a patient from dash. A discharge is a formal release of a patient from dash. Any healthcare clinic, a hospital, a pharmacy, a diagnostic lab. And answer vara B ആണ്, a hospital ആണ് ട്ടോ. Okay, very good. Who needs to sign the AMA form besides the patient or relative? A witness, a doctor, no one else. The document implies a signature selection for the patient or relative. ആരെയാണ് നമ്മൾ സൈൻ ചെയ്യിക്കുക? ഡോക്ടറിനെ കൊണ്ടാണോ? Options: witness, doctors, no one else. The document implies the signature selection for the patient or relative. Option D ആണ് ആൻസർ വരുന്നത് കേട്ടോ. പേഷ്യന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിനെ കൊണ്ടോ നമ്മൾ സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് വിടുന്നത്, നിർബന്ധിച്ച് നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ. What is the opposite of a discharge? ഡിസ്ചാർജിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കേട്ടോ? അഡ്മിഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, റഫറൽ ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്. ഏതാണ് ഡിസ്ചാർജിന്റെ ഓപ്പോസിറ്റ് വരുന്നത്? അഡ്മിഷൻ. ഓക്കെ.
All patients are provided with a discharge summary at what time? എപ്പോഴാണ് discharge summary patientsന് provide ചെയ്യുന്നത്? At the time of admission, 24 hours after discharge, at the time of discharge, during their first follow-up visit. എപ്പോഴാ കൊടുക്കാം നമ്മള്? Okay, at the time of discharge ആണ് നമ്മൾ discharge summary provide ചെയ്യുന്നത്. A discharge summary is described as a dash: financial report, legal report, clinical report, marketing brochure. ഏതാണ്? ഓക്കെ, ക്ലിനിക്കൽ റിപ്പോർട്ട് ആണ് കേട്ടോ. ഇനി the discharge summary should include instructions on how to obtain what kind of care. The discharge summary should include instructions on how to obtain what kind of care. Routine, non-essential, urgent, elective. Routine, non-essential, urgent, elective. സി ആണ് അർജന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ചാർജ് പ്രോസസ്സില് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോ വെള്ളിയാഴ്ചയും കൂടി നമുക്ക് ഫ്രൈഡേയും കൂടി കിട്ടും. അപ്പോ ആ ഒരു കിട്ടുകയാണെങ്കിൽ മിസ് ഒന്നും കൂടി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഓടിച്ച് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും വരെ നമ്മൾ റിവൈസ് ചെയ്തു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കാം കേട്ടോ. നാളെ ചിലപ്പോ അവധിയായിരിക്കും. അപ്പൊ ഇൻഫർമേഷൻ വരും അവധിയാണെങ്കിൽ. അപ്പൊ അതനുസരിച്ചിട്ട് വായിക്കാനും പഠിക്കാനൊക്കെ നോക്കുക. ഓക്കെ, ടൈം കളയാതെ നന്നായിട്ട് വായിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.